ഹായ് ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് വിവോ പുറത്തിറക്കിയ അവരുടെ V21 ആണ്. അപ്പോൾ ഇത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പം നിങ്ങൾ പറയും നീ എന്ത് മണ്ടത്തരമാടാ പറയുന്നതെന്ന് പറയും. മണ്ടത്തരമൊന്നുമല്ല, വിവോ S9 എന്ന് പറഞ്ഞാൽ അവർ ചൈനയിൽ ലോഞ്ച് ചെയ്ത സ്മാർട്ട് ഫോണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് അൺബോക്സ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ബോക്സ് വരുന്നത് നല്ലൊരു S എന്ന രീതിയിലൊക്കെ എഴുതി നല്ലൊരു ബോക്സാണ്. S9 എന്ന് താഴെയായിട്ട് എഴുതിയിട്ടുണ്ട്. സോ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ എന്തായാലും ലോഞ്ച് ആകുമ്പോഴത്തേക്കും വിവോ V21 എന്ന പേരിലാണ് ലോഞ്ച് ചെയ്യുന്നത്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ സ്മാർട്ട് ഫോൺ ഫ്രണ്ടിലായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ S9 എന്ന് എഴുതിയിട്ട് ചൈനയിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ നമുക്ക് IMIയും ബാക്കി ഡീറ്റെയിൽ എഴുതിയൊരു കാർഡും കിട്ടുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിലത്തെ ആ ഒരു ടോപ്പ് ഷെല്ലിൽ മാറ്റുന്ന സമയത്ത് നമുക്കൊരു ഹെഡ്സെറ്റും ചാർജറും ഒരു TPU കേസും കിട്ടുന്നുണ്ട്. കേസ് ഒന്ന് മാറ്റി വയ്ക്കാൻ സിലിക്കൺ കേസല്ല, TPU കേസാണ്. പിന്നെ ഒരു സിം സെക്ഷൻ പിന്നെ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്മാർട്ട് ഫോണും കിട്ടുന്നുണ്ട്. ചാർജർ നല്ലൊരു ചാർജർ ഉണ്ടായിരുന്നു, നല്ല വെയിറ്റ് ഉള്ളൊരു ചാർജറാണ്. ഇതാണ് നമ്മുടെ വിവോ S9 5G. അപ്പം ഇതിൻ്റെ എക്സ്പെക്റ്റഡ് ലോഞ്ച് ഡേറ്റ്, അതായത് നമ്മുടെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്ന ഡേറ്റ് എൻ്റെ എക്സ്പെക്റ്റേഷൻ വെച്ച്, അല്ലെങ്കിൽ റൂമേഴ്സ് പറയുന്ന എക്സ്പെക്റ്റേഷൻ മെയ് 13-ാം തീയതിയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ആവാൻ പോകുന്നത് ഇന്ത്യയിൽ. റൂമേഴ്സ് അല്ല, വിവോ തന്നെ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു അവരുടെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ കാര്യം. സോ ഈ ഒരു സ്മാർട്ട് ഫോൺ റൺ ആവുന്ന ആൻഡ്രോയിഡ് 11 പ്ലാറ്റ്ഫോമിലാണ്. ഇതിൻ്റെ കസ്റ്റം UI വരുന്നത് ഒറിജിനോയ്സ് ആണ്. ഫണ്ട ചോയ്സുമായിട്ടായിരിക്കും ഇന്ത്യയിൽ പുറത്തിറങ്ങുന്നത്. അവർ എന്തായാലും നമ്മുടെ വിവോ ഇറക്കിയ ഒരു അനൗൺസ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒറിജിനോയ്സ് ഇന്ത്യയിലോട്ട് വരേണ്ട ആവശ്യം ഇപ്പോഴേ ഇല്ല, ഫണ്ട ചോയ്സ് തന്നെ റൺ ഔട്ട് എന്നാണ് അവർ പറഞ്ഞത്. 8GB റാമാണ് സ്മാർട്ട് ഫോണിൻ്റെ അകത്ത് വരുന്നത്. ഫ്രണ്ട് ക്യാമറ സ്മാർട്ട് ഫോണിൻ്റെ വരുന്നത് 44 MP പ്ലസ് 8 MP ഒരു ക്യാമറയാണ്. നല്ലൊരു മെഗാപിക്സലുള്ള ക്യാമറയാണ്. നല്ല ക്വാളിറ്റി തന്നെ ഫ്രണ്ട് ക്യാമറയിൽ നിന്ന് നമുക്ക് ലഭിക്കും. സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ വരുന്നത് 6.44 ഇഞ്ചസിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ്. നല്ല വലിയൊരു ഡിസ്പ്ലേ ആണ്. ചിൻസ് ആൻഡ് ബെസൽസ് ഒക്കെ നല്ല ചെറുതാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒരു സ്കിൻസും UIയും പിന്നെ ഐക്കൺ ബാക്കൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഒറിജിനോയ്സ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഈ ഒരു ബാറ്ററി വരുന്നത് സ്മാർട്ട് ഫോണിൻ്റെ 4000 mAh ഒരു ബാറ്ററിയാണ്. എൻ്റെ ഇരിക്കുന്നത് 128 GB സ്റ്റോറേജ് ഉള്ള സ്മാർട്ട് ഫോണും അതോടൊപ്പം നമുക്ക് എൻ്റെ ഇരിക്കുന്നത് 8GB റാമുള്ള സ്മാർട്ട് ഫോണുമാണ്. സോ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അത് ഡുവൽ സിം സപ്പോർട്ട് ആവും. 2 സിം നാനോ ആണ്. SD കാർഡ് സപ്പോർട്ടബിൾ അല്ല. 3G 4G 5G സപ്പോർട്ടബിൾ ആണ്. ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഉണ്ട്. ക്വിക്ക് ചാർജിങ് ഉണ്ട്. 158.4 mm ഹൈറ്റും 73.9 mm വിഡ്ത്തും തിക്നെസ് വരുന്നത് 7.4 mm തിക്നെസ്സാണ്. ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 173 ഗ്രാം വെയിറ്റ് ആണ്. കളേഴ്സ് വരുന്നത് വൈറ്റ്, മിഡ് നൈറ്റ് ബ്ലൂ, ഗ്രേഡിയൻറ്റ് ബ്ലൂ കളേഴ്സാണ് വരുന്നത്. ഈ ഒരു ക്യാമറ തന്നെ, ബാക്ക് ക്യാമറയുടെ ക്വാളിറ്റി ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അറിയാം. 64 MP ഒരു ക്യാമറയാണ് വരുന്നത്. സോ ഞാൻ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് എൻ്റെ iPhone 11-ലാണ്. അപ്പം നല്ലൊരു ക്യാമറ തന്നെയാണ് തന്നിരിക്കുന്നത്. ഫ്രണ്ടിലായിട്ടുള്ള ഒരു ഫ്ലാഷ് ലൈറ്റ് നമുക്ക് കാണാൻ സാധിക്കില്ല. 2 ഫ്ലാഷ് ലൈറ്റാണ് ഫ്രണ്ടിലായിട്ട് തന്നിരിക്കുന്നത്. ഒന്ന് റൈറ്റ് സൈഡിലും ഒന്ന് ലെഫ്റ്റ് സൈഡിലും. നല്ലൊരു ഫ്ലാഷ് ലൈറ്റ് തന്നെയാണ്. നമുക്ക് പെട്ടെന്നൊന്നും കാണാൻ പറ്റാത്തൊരു ഫ്ലാഷ് ലൈറ്റാണ്. 64 MP പ്ലസ് 8 MP പ്ലസ് 2 MP ഒരു ക്യാമറയാണ് സ്മാർട്ട് ഫോണിൻ്റെ അത് ലഭിക്കുന്നത്. സോ സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ വരുന്നത് 6.44 ഇഞ്ചസിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. 20:9 റേഷ്യോ വരുന്നുണ്ട്. നോച്ച് വരുന്നുണ്ട്. നല്ലൊരു നോച്ച് തന്നെയാണ്. എനിക്ക് മെയിനായിട്ട് വിവോയുടെ ഈ നോച്ച് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 409 ppi ഡെൻസിറ്റിയാണ് വരുന്നത്. 90 Hz റീഫ്രഷ് റേറ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ആർക്കിടെക്ചർ വരുന്നത് 64 ബിറ്റിൻ്റെ ആർക്കിടെക്ചറാണ്. റാം വരുന്നത് 8GB റാമാണ്. ഇന്ത്യയിൽ മെമ്മറി വരുന്നത് 128GB ആണ് വരുന്നത്. എക്സ്പാൻഡബിൾ മെമ്മറി അല്ല, USB OTG സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം നമുക്ക് സ്മാർട്ട് ഫോണിൻ്റെ ബാക്ക് ക്യാമറ നമുക്ക് 1080p at 30fps-ലും 4K at 30fps-ലും 4K at 60fps-ലും 2K at 1360fps-ലും നമുക്ക് റൺ ആവുന്നുണ്ട്. ഫ്രണ്ടിലായിട്ട് തന്നിരിക്കുന്ന ഡുവൽ ക്യാമറ സെറ്റപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് 4Kയിൽ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. 4000 mAh ബാറ്ററി സ്മാർട്ട് ഫോണിൻ്റെ അകത്ത് ലഭിക്കുന്നുണ്ട്. ഇത്ര മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ എനിക്ക് പറയാൻ സാധിച്ചത്. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ചാർജർ വരുന്നത് 33 വാട്ടിൻ്റെ ചാർജറാണ്. 30 മിനിറ്റ് കൊണ്ട് 66% വരെ ചാർജ് ചെയ്യാൻ സാധിക്കും. 4000 mAh ബാറ്ററിയും കിട്ടുന്നുണ്ട്. സോ എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ വിവോ V21 എന്ന പേരിൽ ലോഞ്ച് ആവും. സോ എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇവിടെ റൂൾസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്, അവിടെ പോയി തീർച്ചയായിട്ടും ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. അപ്പം എന്താ പറയുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, സ്മാർട്ട് ഫോണിൽ ഇഷ്ടപ്പെട്ട കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ അണ്ടിൽ ദെൻ ദിസ് ഈസ് ആദിത്യൻ സൈനിങ് ഓഫ്. ബൈ. അടുത്തൊരു വീഡിയോ കാണാം. ടാറ്റാ.